മലയാളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് ക്ലാസ്മേറ്റ്സിനെ പരിഗണിക്കുന്നത്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, നരേൻ, കാവ്യ മാധവൻ തുടങ്ങിയ യുവതാരങ്ങൾ അണിനിരന്ന ചിത്രം ഏറെ സ്വീകാര്യത നേടിയിരുന്നു. എന്നാൽ ഒരു ക്യാമ്പസ് ചിത്രമെന്ന നിലയിലല്ല താൻ ക്ലാസ്മേറ്റ്സിനെ വിലയിരുത്തുന്നതെന്ന് ലാൽ ജോസ് പറയുന്നു. അതൊരു മാഡർ മിസ്റ്ററിയാണെന്നും അതിനെ 90കളിലെ ക്യാമ്പസിൽ അവതരിപ്പിക്കുകയായിരുന്നുവെന്നും ലാൽ ജോസ് പറഞ്ഞു. ആ രഹസ്യം അവസാനിച്ചതിനാൽ ഇനിയൊരു രണ്ടാം ഭാഗം ക്ലാസ്മേറ്റ്സിന് ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ്. ക്ലാസ്മേറ്റ്സ് അന്ന് ചെയ്തില്ലെങ്കിൽ ഇന്നും ചെയ്യാമായിരുന്നു. അത് എന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാണ്. എല്ലാ കാലത്തും അതിന് സാധ്യതയുണ്ട്. അതിനൊരു രണ്ടാം ഭാഗത്തിന് സാധ്യതയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ല. ഇനി ജെയിംസ് ആൽബർട്ട് എപ്പോഴെങ്കിലും ഒരു രണ്ടാം ഭാഗം കണ്ടെത്തുമോ എന്ന് എനിക്കറിയില്ല. എനിക്കതൊരു അവസാനിച്ച ചിത്രമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ക്ലാസ്മേറ്റ്സിനെ വിലയിരുത്തപ്പെട്ടത് 90കളിലെ ഒരു കോളേജ് പടം എന്ന രീതിയിലായിരുന്നു. പ്രേക്ഷകർ ഇപ്പോഴും അതിനെ കുറിച്ച് പറയുന്നതും അത് ഏറ്റെടുത്തതും അത് പറഞ്ഞിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സിനിമ അങ്ങനെയല്ല. ക്ലാസ്മേറ്റ്സ് ഒരു മാഡർ മിസ്റ്ററിയാണ്. അത് ഞങ്ങൾ ഒരു കോളേജിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ. അറിയാതെ ചെയ്തുപോയ ഒരു കൊലപാതകത്തിൻ്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണത്. അങ്ങനെയുള്ള സിനിമകളുടെ ഒരു പ്രശ്നം, അത് കണ്ടിറങ്ങുന്ന ചിലർ സിനിമയിലെ സസ്പെൻസ് പുറത്തു പറയും. അങ്ങനെ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയാണ് അതിനേക്കാൾ ആളുകളുടെ ഫോക്കസ് ഒരു ക്യാമ്പസ് സിനിമയിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചത്. ആ മർഡർ മിസ്റ്ററി തീർന്നതാണ്. അതുകൊണ്ട് ഇനിയൊരു രണ്ടാം ഭാഗം ആ സിനിമയ്ക്ക് ഉണ്ടാവില്ല, ലാൽ ജോസ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.